ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സന്തോഷം, സന്തോഷം അല്ലേ? ആ വാക്കിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. സ്തോത്രം. സന്തോഷം എന്ന വാക്ക് എവിടെയെങ്കിലും എഴുതി വെച്ച് കണ്ടാൽ നമുക്ക് ഒരു സന്തോഷം തോന്നും, അല്ലേ? ഇവിടെ നാം സന്തോഷത്തെക്കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, 150 സങ്കീർത്തനങ്ങൾ ഉള്ളവയിൽ അധികം സങ്കീർത്തനങ്ങളും എഴുതിയത് ദാവീദ് തന്നെയാണ്. മറ്റു പല വ്യക്തികൾ എഴുതിയിട്ടുണ്ട്. മോശ എഴുതിയിട്ടുണ്ട്, ശലോമോൻ എഴുതിയിട്ടുണ്ട്, യദൂഥൂൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ പലരും, കോരഹപുത്രന്മാർ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയത് ദാവീദാണ്. ദാവീദ് 4-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, എന്നാൽ അതിലും അധികം സന്തോഷം മറ്റൊന്നുണ്ട്. ശരിക്കും നാം ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള അനുഗ്രഹം ലഭിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് തീർച്ചയായും. കടബാധ്യതയിലിരിക്കുന്ന ഒരാളുടെ കടം മാറിക്കിട്ടുക, ആ കടം വീട്ടാൻ വേണ്ടി ഒരാൾ ഹെൽപ്പ് ചെയ്യുക, എന്തൊരു സന്തോഷമായിരിക്കും. കാരണം നാളുകളായി വീർപ്പൂട്ടിയിരിക്കുകയായിരുന്നു, നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തൊരു പോംവഴിയുണ്ട്, ഇതിനൊരു പോംവഴിയുണ്ടോ? സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ വന്ന് ആ കടം മുഴുവൻ വീട്ടിൽ കൊടുക്കുന്നു. അയ്യോ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരിക്കും. വീണ്ടും ഒരു രോഗം മാറി, ഇല്ലേ? മരിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് രോഗം മാറി, സന്തോഷമാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ, ഈ ഭൂമിയിൽ അനേക കാര്യങ്ങൾ. ഒരു വീടില്ലാതിരുന്നു, വീട് പണിയാനിടയായി, സന്തോഷം. ഒരു വാഹനമില്ല, വാഹനം വാങ്ങാനിടയായി, സന്തോഷം. ഒരു ജോലിയില്ല, സ്വന്തമായൊരു വരുമാനം അത് ലഭിക്കാനിടയായി, ഭാഗ്യം, സ്തോത്രം, സന്തോഷമാണ്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, ധാന്യം ലഭിക്കുമ്പോൾ ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്, വീഞ്ഞ് ലഭിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ നല്ല സന്തോഷങ്ങളാണ്. പക്ഷേ വേറൊരു സന്തോഷത്തെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. സന്തോഷം ഉണ്ട്, മഹാസന്തോഷമുണ്ട്, അധിക സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്, ഇല്ലേ? അങ്ങനെ പല സന്തോഷങ്ങളുണ്ട്. എന്താണ് പ്രിയരെ ഈ അധികം സന്തോഷം? അത് ദൈവം തരുന്ന സന്തോഷമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. തൻ്റെ ബാല്യകാലം മുതൽ ആടുകളെ നോക്കേണ്ട മലഞ്ചെരുവിലൂടെ നടക്കുമ്പോൾ ഈശായിക്ക് 8 മക്കളുണ്ട്, അല്ലേ? 8 മക്കൾ. ആ 8 മക്കളിൽ ചിലരെല്ലാം അവർ ശൗൽ രാജാവിൻ്റെ പട്ടാളത്തിലാണ്, അവർ യോഗ്യന്മാരാണ്. പക്ഷെ ദാവീദ് മാത്രം മലഞ്ചെരുവിലൂടെ ആടുകളെ നോക്കി നടക്കുന്നു. ആടുകളെ നോക്കി നടക്കുന്ന ദാവീദിന് മറ്റൊന്നിൽ നോക്കിയിട്ട് സന്തോഷിക്കാൻ വകയില്ല. അവൻ ദൈവത്തെങ്കിലേക്ക് നോക്കി. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഭൂമിയിൽ സഹായം വേണ്ടതുപോലെ ലഭിക്കാത്ത ദാവീദ്, സ്വന്തം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ വേണ്ടതുപോലെ കരുതൽ ലഭിക്കാത്ത ദാവീദ് ദൈവത്തെങ്കിലേക്ക് നോക്കി. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരീ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭൂമിയിലെ മനുഷ്യരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കണമെന്നില്ല. ഞാൻ അടുത്തിടെ പല അനുഭവങ്ങൾ കേൾക്കാനിടയായി. ഒരു വീട്ടിൽ ഒരു മകളുണ്ട്, ആ സഹോദരിക്ക് ഒരു ബ്രദറുണ്ട്, ഒന്നല്ല പല സഹോദരങ്ങൾ. പക്ഷേ ചില വീടുകളിലെങ്കിലും ഒരു വിവാഹകാലോചന വരുമ്പോൾ അപ്പം പറയും കുറച്ചുകൂടെ കഴിയട്ടെ. സാധാരണ രീതിയിൽ ഒരു അപ്പനും ഒരു മോളുടെ വിവാഹം വരുമ്പോൾ ലേറ്റ് ആക്കിക്കുകയില്ല. എന്നാൽ ചില പിതാക്കന്മാർ ലേറ്റ് ആക്കിക്കും. മറ്റൊന്നുമല്ല, മകൾക്കിപ്പോൾ നല്ല സാലറി ഉണ്ട്, ആ സാലറി കുറച്ചുകൂടെ ഇഞ്ഞ് വരട്ടെ, ഞാൻ പഠിപ്പിച്ചതല്ലേ, ഈ സാലറിയൊക്കെ ഒന്ന് കിട്ടിയിട്ട് വേണം, കുറച്ചൊക്കെ എനിക്ക് ഏൺ ചെയ്തിട്ട് വേണം മകളെ വിവാഹം കഴിച്ചു വിടാൻ. കാരണം വിവാഹം കഴിച്ചു വിട്ടാൽ കിട്ടുമോ എന്ന് സംശയം. അങ്ങനെ ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ട്. എന്തിന്?
വിവാഹം കഴിച്ചയച്ചിട്ട് പോലും സ്വന്തം മകളുടെ വരുമാനം കണക്ക് പറഞ്ഞു വാങ്ങുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ പഠിപ്പിച്ചത് അവളെ, ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, എനിക്ക് കുറച്ച് കിട്ടണം, അങ്ങനെ വാശി പിടിക്കുന്നവരുണ്ട്. ചില സഹോദരങ്ങൾ അവർക്ക് ശമ്പളമുണ്ട്, പക്ഷേ വിവാഹം കഴിച്ച് അയക്കാത്ത സിസ്റ്ററുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ ഇനി വാങ്ങണം, എന്നാലേ അവർക്ക് സന്തോഷമുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതൊന്നും ദൈവം പ്രസാദിക്കുന്നതാണോ? മനസ്സറിഞ്ഞ് ചെയ്ത് വാങ്ങുക, തരിക. ഒരു മോൾ വിചാരിക്കുന്നു, വിവാഹം കഴിച്ചു വിട്ടൊരു മോൾ, ആ മോളുടെ ഭർത്താവ്, അവരൊരുമിച്ച് ചിന്തിക്കുന്നു, ഞങ്ങളുടെ പിതാവിന് പൈസ കുറവാണ്, വിഷമിച്ച് കഴിയുന്നു. ഭർത്താവ് ചിന്തിക്കുന്നു, എൻ്റെ ഭാര്യയുടെ അപ്പൻ പ്രയാസത്തിൽ കഴിയുന്നു. ആ മകൾ ഭർത്താവിനോട് സ്വാതന്ത്ര്യത്തോടെ പറയുന്നു, എൻ്റെ പിതാവ് ഇങ്ങനെ പൈസയ്ക്ക് വെള്ളം ഞെരുകുന്നു, നമുക്കൊരു കാര്യം ചെയ്താലോ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചാലോ. അവർ തമ്മിൽ ഒരുമിച്ച് ചിന്തിക്കുന്നു, ഒരുമിച്ച് ആലോചിക്കുന്നു, ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നു. ആ പിതാവിനെ സഹായിക്കുന്നു, ആ ബ്രദറിനെ സഹായിക്കുന്നു, ആ സിസ്റ്ററിനെ സഹായിക്കുന്നു. തെറ്റില്ല, നല്ലതാണ്, ദൈവം പ്രസാദിക്കുന്നതാണ്. പക്ഷേ അവകാശം പറഞ്ഞ് സ്വന്തം മകളെ വിവാഹം കഴിച്ചു വിട്ടതിന് ശേഷം അവകാശം പറഞ്ഞ് ആ മകനോടോ, മകളെ കിട്ടിയ മകനോടോ, ആ മകളോടോ അവകാശം പറഞ്ഞു വാങ്ങിക്കുന്നത് തെറ്റാണ്. അത് അവരൊരുമിച്ച് ജീവിച്ച് അവർ അതിൽ സന്തോഷിച്ച് അവരുടെ ഭാവിക്ക് വേണ്ടി കരുപ്പിടിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ എത്ര അന്യായങ്ങൾ നമ്മുടെ ലോകത്തിൽ നടക്കുന്നു. ഞാൻ പറഞ്ഞ് പല സ്ഥലങ്ങളിലും കേട്ട കാര്യങ്ങളാണ്, ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ. എൻ്റെ പ്രിയരെ, എന്നാൽ ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയാലും മോനെ, എന്നിൻ്റെ സന്തോഷം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. ഏതെല്ലാം സാധനങ്ങൾ ഈ ഭൂമിയിൽ നേടിയാലും, സമ്പത്താകട്ടെ, വസ്തുവകളാകട്ടെ, വാഹനങ്ങളാകട്ടെ, മണിമന്ദിരങ്ങളാകട്ടെ, ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും മകളെ നിനക്ക് സന്തോഷം കിട്ടുകയില്ല. മകനെ, നീ വിചാരിക്കുന്ന കുറേ രൂപ കിട്ടിയാൽ സന്തോഷമാകുമെന്ന്. നോ, കുറച്ച് രൂപ കിട്ടിക്കഴിയുമ്പോൾ അറിയാം അതല്ല സന്തോഷമില്ലായ്മയുടെ കാരണം. അങ്ങനെ നമുക്ക് മനസ്സിലാകും. നല്ലൊരു വീട് കിട്ടിയാൽ സന്തോഷമാകുമെന്ന് വിചാരിക്കും, പക്ഷെ വീട് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷം വരുന്നില്ല. ഒരു സന്തോഷമില്ലെന്നല്ല, പക്ഷെ ശാശ്വതമായ സന്തോഷമില്ലായ്മയുടെ കാരണം സന്തോഷത്തിൻ്റെ പ്രഭുവായി യേശു ഇല്ല എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു വന്നാൽ ദാരിദ്ര്യ നിമിത്തത്തിലെ സന്തോഷമാണ്, യേശു വന്നാൽ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലെ സന്തോഷമാണ്, യേശു വന്നാൽ രോഗത്തിൻ്റെ മധ്യത്തിലെ സന്തോഷമാണ്. കാരണം എനിക്ക് യേശു ഉണ്ടല്ലോ. രോഗമാണ്, പക്ഷെ എനിക്ക് യേശു ഉണ്ടല്ലോ. കടബാധ്യതയാണ്, പക്ഷെ എനിക്ക് യേശു ഉണ്ടല്ലോ. എനിക്ക് വീടില്ല, പക്ഷെ എനിക്ക് യേശു ഉണ്ടല്ലോ. എനിക്ക് ഒരു വാഹനം പോലുമില്ല, പക്ഷെ എനിക്ക് യേശു ഉണ്ടല്ലോ. അതൊരു ദൈവീക കാഴ്ചപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടിയോ? ഇന്ന് മകനെ, നിന്നെ കീഴ്പ്പെടുത്തുന്ന പല നിരാശകളുടെയും കാരണം ഈ ലോകത്തിൽ നിനക്ക് ചിലതെല്ലാം ലഭിച്ചില്ല എന്നുള്ള ചില ചിന്തകളല്ലേ? നീ ചിന്തിച്ച് കൂട്ടുന്നു, മറ്റുള്ളവർക്കൊക്കെ കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. ഇനി ഞാൻ ആത്മീയ വഴിയിലേക്ക്, ഒരു കാലത്ത് ദൈവത്തെ അറിയാത്ത കാലത്തൊന്നും കിട്ടിയില്ല, ശരി, പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടതുപോലെ കിട്ടുന്നില്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു വലിയ മർമ്മം പറയാം. കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് കിട്ടാൻ പോകുന്ന നന്മയുടെ വാതിൽ തുറക്കുന്നത്. ഒന്ന്, കിട്ടിയതിന് നന്ദി പറയുമ്പോഴാണ് കിട്ടാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുമ്പോഴാണ് കിട്ടാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് 3ഉം വലിയ ലളിതമെന്ന് തോന്നുമെങ്കിലും അത് വലിയ ആത്മീയ മർമ്മമാണ്. 5 താലന്ത് കൊടുത്തവന് കർത്താവ് പറഞ്ഞു അവൻ 5 കൂടി കൊടുക്കാൻ. 10 താലന്ത് കൊടുത്തവന് പറഞ്ഞു അവൻ 10 നേടി, പക്ഷേ അവന് 10 കൊടുക്കാൻ പറഞ്ഞു. 1 താലന്ത് നേടിയവൻ അവൻ എന്ത് ചെയ്തു? അവൻ കൊണ്ട് കുഴിച്ചിട്ടു. അവൻ യജമാൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് തന്നില്ല. അവൻ 5 കൊടുത്തു, ഇവന് 10 കൊടുത്തു, എനിക്ക് തന്നില്ല. എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അല്ല മോനെ, നിനക്ക് തന്നതുകൊണ്ട് നീ ചെയ്യുന്നുണ്ടോ? മകളെ, നിനക്ക് തന്ന ചില താലന്തുണ്ട്, നിനക്ക് തന്ന ചില നന്മകളുണ്ട്, നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് നല്ല ഭാഷ തന്നു, പാടാൻ കഴിവ് തന്നു, പ്രസംഗിക്കാൻ കഴിവ് തന്നു, മറ്റ് അനേക സ്കില്ലുകൾ നിൻ്റെ മേൽ തന്നു. നീ അതെല്ലാം വ്യാപാരം ചെയ്തുവോ? നിനക്കൊന്ന് കഞ്ഞി കുടിക്കാൻ തന്നു, അതിന് നിനക്ക് നന്ദിയുണ്ടോ? കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, അനേകർ ആളുകളുമായി സംസാരിക്കുമ്പോഴും പ്രാർത്ഥന വിഷയം പറയുമ്പോഴും ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ് ഇല്ലായ്മയുടെ കഥനകഥകൾ. സങ്കടമാണ്, കഥനകഥകളാണ്.
പക്ഷേ ഞാൻ അവരോടെല്ലാം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ എന്ന്. കർത്താവിന് സ്തോത്രം. ലഭിച്ചതിൽ സന്തോഷിക്കുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന വലിയ നന്മകൾ കർത്താവ് തരുന്നതെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അനുഭവത്തിൽ തന്നെ പറയാം. കൃപയാൽ ഞാൻ തികഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് കർത്താവ് ദാനമായി തന്ന ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. ആദ്യം വലിയ ലെവലിലൊന്നും ആയിരുന്നില്ല ജോലിയെ പ്രവേശിച്ചത്. പക്ഷേ സന്തോഷം. ഞാൻ 15 വയസ്സിൽ കൂലിപ്പണിക്ക് പോയൊരു മനുഷ്യനാണ്. ഒരു പാൻസും ഷർട്ടും വാങ്ങിച്ചിടാൻ എനിക്ക് അന്ന് സംതൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു. കൃപയാൽ എല്ലാത്തിലും തന്ന ഭാര്യയിൽ സന്തോഷം, തന്ന മക്കളിൽ സന്തോഷം, ലഭിച്ച ഭക്ഷണത്തിൽ സന്തോഷം, ലഭിച്ച സാഹചര്യങ്ങളിൽ സന്തോഷം. ആ സന്തോഷിക്കാൻ പറ്റുന്നത് ഒരു ദൈവിക നന്മയാണ്. അങ്ങനെ സന്തോഷിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കും. കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷം. അതല്ല ദൈവിക സന്തോഷം. ധാന്യം വർദ്ധിച്ചാലും വീഞ്ഞ് വർദ്ധിച്ചാലും, ധാന്യം കുറഞ്ഞാലും വീഞ്ഞ് കുറഞ്ഞാലും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ സന്തോഷിക്കുന്ന അനുഭവം. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും. നിങ്ങളുടെ ജീവിതം കെട്ടുറപ്പുള്ളതായിത്തീരും. മ്ലാനവതരായി മുഖം വാടി, മനസ്സ് വാടി, ഹൃദയം വാടി ജീവിതം നഷ്ടപ്പെടുത്തുകയില്ല. എനിക്ക് യേശുവുണ്ട്, യേശുവാണ് എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുമെന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകും. ആ നിത്യസമ്പത്തായ യേശുവിനെ സമ്പാദിക്കൂ. അക്ഷയനിധിയായ യേശുവിനെ സ്വീകരിക്കൂ. യേശുവാണ് സമ്പത്ത്. നിത്യജീവനാണ് സമ്പത്ത്. നിത്യസ്വർഗമാണ് സമ്പത്ത്. പരിശുദ്ധാത്മാവാണ് സമ്പത്ത്. ദൈവവേലയാണ് സമ്പത്ത്. അങ്ങനെ അതിലെല്ലാം നാം പ്രാധാന്യം കണ്ടെത്തിയാൽ നമുക്ക് ഈ ഭൂമിയിലുള്ള ആവശ്യത്തിനുള്ളതെല്ലാം കർത്താവ് തന്നുകൊള്ളും. എൻ്റെ പ്രിയരെ, നിങ്ങളെ ആത്മീയമായും ഭൗതികമായും കർത്താവ് സഹായിക്കട്ടെ എന്നും അനുഗ്രഹിക്കട്ടെ എന്നും ഉയർത്തട്ടെ എന്നും വളർത്തട്ടെ എന്നുമാണ് എൻ്റെയും പ്രാർത്ഥന. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും ആത്മീയമായ സംശയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കാം. കർത്താവ് അതിനിടയാകട്ടെ. ദൈവനാമം